കോഴിക്കോട് വിലങ്ങാട് പുനരധിവാസം അവശിഷ്ടങ്ങൾ നീക്കാൻ 6 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. പ്രദേശത്തെ അവശിഷ്ടങ്ങൾ മെയ് മാസത്തോടെ പൂർണ്ണമായും നീക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസം സംബന്ധിച്ച് പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് പ്രദേശത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ അനുവദിച്ച 2.49 കോടി രൂപ ഉപയോഗിച്ച് നടന്നുവരികയാണ്. ഈ തുക അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയും ചെളിയും എക്കലും പാറക്കെട്ടുകളുമെല്ലാം നീക്കം ചെയ്യാൻ കൂടുതൽ തുക അനുവദിക്കുകയുമായിരുന്നു. മെയ് മാസത്തോടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കുമെന്നും അതിനായി 6 കോടി രൂപ കൂടി അനുവദിച്ചതായും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇപ്പോൾ 2,49,00,000 STMA കൊടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്ത് ആ പണം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരിക്കൽ കൂടി പരിശോധിച്ച് കുറച്ചുകൂടി പണം ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപ കൂടി ചെളിയും എക്കലും പാറക്കല്ലുകളും മാറ്റം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ STMA തന്നെ ആ പണം അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടാക്കിയ 4 വാർഡുകളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 29 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകി. ദുരന്തത്തിനിരയായ കുടുംബങ്ങളിലെ 2 പേർക്ക് വീതം ദിവസം 300 രൂപ വീതം ധനസഹായം നൽകുന്നത് 1 മാസം കൂടി ദീർഘിപ്പിക്കും. ദുരന്തബാധിതരുടെ വൈദ്യുതി ചാർജ് ഒഴിവാക്കും. പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ വിലയിരുത്താൻ ഈ മാസം ജില്ലാ കളക്ടർ, സ്ഥലം MLA എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും ജില്ലയിലെ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ EK വിജയൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.